കൊല്ലം കരുനാഗപ്പള്ളിയിൽ കുലശേഖരപുരം ലോക്കൽ സമ്മേളനത്തിനിടെ പ്രവർത്തകർ തെരുവിൽ തല്ലിയത് CPM അന്വേഷിക്കും. പാർട്ടി ലോക്കൽ സെക്രട്ടറിയായി H.A. സലാമിനെ ഔദ്യോഗിക പക്ഷം തെരഞ്ഞെടുത്തതാണ് സംഘർഷത്തിന് കാരണം. സമ്മേളന നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സോമപ്രസാദ്, K. രാജഗോപാൽ എന്നിവരെ എതിർപക്ഷം മണിക്കൂറുകളോളം മുറിയിൽ പൂട്ടിയിട്ടു. അതേസമയം കരുനാഗപ്പള്ളി CPM നേതൃത്വത്തിനെതിരെ രാവിലെ തന്നെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റിയിലെ ബാർ മുതലാളി അനിയൻ ബാവ, ചേട്ടൻ ബാവ തുലയട്ടെ എന്നതാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ദിലീപ് ദേവസിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാനും മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യാനും ചില പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. അതിനുശേഷം ദിലീപ് നമുക്കൊപ്പം ചേരും. ഈ ദിലീപ് ദേവസി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ അല്പം വരണ്ടോ? ഡോക്ടർ അരുൺകുമാർ ഒട്ടും വരണ്ടിട്ടില്ല. കാരണം ഇത് തത്സമയം നാട്ടുകാരെല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കരുത്. അതെ, മാത്രമല്ല ദിലീപ്, അവർ ചോദിച്ചൊരു ചോദ്യം, ലോക്കൽ സമ്മേളനത്തിൽ ചാനലിന് എന്തിനാ കാര്യം? സംഭവം ശരിയാ, ചോദ്യം ശരിയാ. പക്ഷേ സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിട്ട ചാനലിന് കാര്യമുണ്ട്. അതൊരു വാർത്തയാണ്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വന്നു. നമ്മൾ അവിടെ നിന്ന് ദൃശ്യങ്ങൾ എടുത്തു, അത് റിപ്പോർട്ട് ചെയ്തു. അതിന് നമ്മുടെ മൈക്കൊക്കെ ഈ ചങ്ങാതി പിടിച്ചു വാങ്ങിയത് എന്തിനാണോ എന്തോ ദിലീപ്? ആദ്യം തന്നെ ആ പ്രേക്ഷകൻ ആ പിടിച്ചു വാങ്ങിയ ആളോട് പറയും, ഇത് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മേലെ വിലയുള്ള മൈക്കാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ പറയണം, ഞാനിത് ശ്രദ്ധിക്കേണ്ട ആളാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ആവശ്യം ഈ മൈക്കായിരുന്നു. ഈ മൈക്ക് പൊട്ടിച്ചു കളയാനാണ്. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ടെക്നിക്കൽ ശ്രീലാലേട്ടനും ശ്രദ്ധിക്കുക. ഇത് ഇന്നലെ പിടിച്ച് വളച്ചൊടിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ഞാൻ പിടിവിട്ടില്ല. അദ്ദേഹം ഈ മൈക്ക് വാങ്ങുക, നമ്മുടെ ലൈറ്റ് ക്യാമറ തള്ളി മാറ്റുക, 24-ന്റെ ക്യാമറയുടെ ലൈറ്റ് തല്ലി പൊട്ടിക്കടക്കം അവർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ അവിടെ, അതായത് നമ്മൾ ഏത് മാധ്യമപ്രവർത്തകർ പറയുകയാണെങ്കിൽ ഒരു സമ്മേളനങ്ങളുടെ അച്ചടക്കം മാതൃകയാക്കണമെങ്കിൽ അത് CPM-ന്റെ സമ്മേളനങ്ങൾ മാതൃകയാക്കണമെന്ന് ഇന്നലെ വരെ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇന്നലത്തോടു കൂടി തന്നെ മാതൃകയാക്കരുത് എന്ന് നമുക്ക് പറയാം. കാരണം നേതാക്കൾ ഇന്നലെ തെരുവ് യുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഏകദേശം 1.5 മണിക്കൂറോളമാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതും പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് നേരെ വന്നതെല്ലാം തന്നെ. അതും കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചുകൊണ്ടാണ് ഈ ചങ്ങാതി നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ടാണ് തെറി വിളിക്കുന്നത്. അതായത് മൈക്ക് വാങ്ങിയിട്ട് ഈ മൈക്ക് കയ്യിൽ വെച്ചിട്ട് ഈ ചങ്ങാതി തെറി വിളിക്കുക. ഈ ചങ്ങാതിയുടെ കയ്യിലിരിക്കുന്ന മൈക്കാണെന്നുള്ള കാര്യം മറന്നുപോയി ദിലീപ്. അതെ, കേട്ടാലറയ്ക്കുന്ന തെറിയും. നമുക്കത് ഇന്നലെ നമ്മളെ പ്രേക്ഷകർക്ക് യൂട്യൂബിൽ കയറി ആ ഇത് കാണുകയാണെങ്കിൽ തന്നെ 4 മിനിറ്റോളം ഇദ്ദേഹത്തിൻ്റെ ഇത് നമ്മൾ മ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 4 മിനിറ്റും ഇദ്ദേഹം വിളിച്ചിരിക്കുന്നത് കേട്ടാലറയ്ക്കുന്ന തെറിയാണ്. ഇന്നലെ ഉണ്ടായിരുന്നത് കുലശേഖരപുരത്തെ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗം സമ്മേളനം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തി. അവിടെ ഈ ലോക്കൽ സമ്മേളനം നേരത്തെ തന്നെ നടന്നിരുന്നു. അത് ചില പ്രശ്നങ്ങൾ കാരണം മാറ്റിവെക്കുകയുണ്ടായി. ഇന്നലെ വീണ്ടും നടക്കാനുണ്ടായ തീരുമാനമുണ്ട്. അത് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ മേൽനോട്ടത്തിലായിരുന്നു ആ യോഗം നടന്നതെങ്കിൽ, പക്ഷേ പിന്നീട് ഈ ഔദ്യോഗിക പക്ഷം H.A. സലാമിനെ സെക്രട്ടറി ആക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തി. 85 പേരിൽ 22 പേർ മാത്രമാണ് ഇന്നലെ സലാമിനെ അനുകൂലിച്ചതെന്നാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് CPM-ന്റെ പ്രവർത്തകർ തന്നെ പറഞ്ഞത്. ഒരു തരത്തിൽ പോലും CPM-ന് ഇതുപോലുള്ള ഒരു ക്ഷതം ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവില്ല. CPM-ന്റെ പ്രവർത്തക മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു കാണും. ഞാൻ SFIയിൽ നിന്ന് വന്ന ഒരാളാണ്, പാർട്ടി കുടുംബത്തിലുള്ള ആളാണ്, രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. എനിക്ക് ഈ പാർട്ടിയുടെ തത്വശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ നേതാക്കൾക്ക് അതില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം കൂടെ കാണിക്കാൻ CPM-ൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ കൊല്ലത്ത് ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ പതിയുന്നത്. K. രാജഗോപാൽ, സോമപ്രസാദ്, PR വസന്തൻ, P. ബാലചന്ദ്രൻ, കുറുവ സംഘത്തെ സൂക്ഷിക്കുക, സേവ് CPM
സേവ് CPM എന്ന് എഴുതിക്കൊണ്ട് ഒരു പോസ്റ്റർ പതിച്ചിരിക്കുന്നു. CPMൻ്റെ തന്നെ നോട്ടീസ് ബോർഡിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റിയിലെ ബാർ മുതലാളിയെ അനിയൻ ബാവ, ചേട്ടൻ ബാവ, തുലേട്ടെ, സേവ് CPM. പിന്നീട് മറ്റൊരു കാര്യങ്ങളാണ്, അത് നമുക്ക് വായിക്കാൻ തന്നെ പറ്റാത്ത തരത്തിലുള്ള ഒരു എഴുത്താണ്. കാരണം അത് ഇന്നലെ ആരോപിച്ചതുപോലെ തന്നെയുള്ള സംഭവമാണ്. അങ്ങനെയുള്ള ഈ CPM പാർട്ടിക്ക് ഒരിക്കൽ പോലും യോജിക്കാത്ത തരത്തിലുള്ള നടപടികൾ, ഒരിക്കൽ പോലും ഉണ്ടാകാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. 1.5 മണിക്കൂറുകളോളം തെരുവിൽ യുദ്ധം ഉണ്ടാകുക എന്ന്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഡോക്ടർ അരുൺകുമാർ ഏകദേശം 1.5 മണിക്കൂറോളം അങ്ങനെ യുദ്ധഭൂമിയായി നിന്നിട്ട് പോലും കരുനാഗപ്പള്ളിയിലെ പോലീസ് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ പോലീസ് ഒരു പോക്കറ്റ് റോഡിൽ ഒളിച്ചിരിക്കുന്നത് കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ പോലീസുകാരോട് ചോദിച്ചു എന്താണ് നിൽക്കുന്നത്. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ നമ്മൾ എന്തിന് ഇടപെടണം എന്നാണ് പോലീസ് നമ്മളോട് ചോദിച്ചത്. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. പക്ഷേ മാധ്യമപ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യുന്നത് തത്സമയം നമ്മൾ കാണിക്കുകയുണ്ടായി. എന്നിട്ട് പോലും ഒരു തരത്തിൽ പോലും പോലീസ് അങ്ങോട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക വരുത്തിയത്. കാരണം പോലീസ് അവർക്ക് സപ്പോർട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. തുടർ പ്രതികരണങ്ങളാണ് പോസ്റ്റർ യുദ്ധമായിട്ട് മാറുന്നത്. HS സലാമിനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് എടുത്തു എന്ന് തോന്നുന്നു അല്ലേ? അതിൽ ഇനി മാറ്റമൊന്നുമില്ലല്ലോ. HS സലാമിനെ സെക്രട്ടറിയായി തുടരുകയാണെങ്കിൽ അവിടെ പ്രതിഷേധം വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിനിധികൾ, എന്നാലും പ്രതിനിധി യോഗത്തിൽ പങ്കെടുത്തവരടക്കം പറയുന്നത്. അതായത് ഈ ഭാഗത്ത് CPMന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ CPMന് പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ അണികളുടെ ആവശ്യം കണക്കിലെടുക്കാതെ, അണികൾ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുക്കാതെ നേതൃത്വത്തിൻ്റെ ഇടപെടൽ മാത്രം വരികയും ഉണ്ടായതോടുകൂടിയാണ് ഇന്നലെ സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദിനെയും രാജഗോപാലിനെയും പൂട്ടിയിടുന്നത് വരെ ഉണ്ടായത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങളെയാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. അവർക്ക് പോകാൻ പോലും പറ്റിയില്ല. CPMൻ്റെ ടാഗ് ഇട്ടുകൊണ്ട് നടു റോഡിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ നടു റോഡിൽ CPMൻ്റെ തന്നെ സംസ്ഥാന സമിതി നേതാക്കളെ ചീത്ത വിളിക്കുക, അവരെ പോകാൻ അനുവദിക്കാതെ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുക, ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് സംസ്ഥാനത്ത്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അണികളാണ് ഇന്നലെ ഈ കരുനാഗപ്പള്ളിയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചത്. അവർ ഉന്നയിച്ച ചില കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് മാത്രമേ ഇന്ന് ഇതിനുമായി ബന്ധപ്പെട്ട് പാർട്ടി ഡോക്ടർ അരുൺകുമാർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഔദ്യോഗിക പക്ഷത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കാര്യങ്ങളല്ല, ഞങ്ങളുടെ പാർട്ടി തീരുമാനങ്ങളല്ല പുറത്തറിയേണ്ടത്, നിങ്ങൾക്ക് പാർട്ടിയെ മോശമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾ അത് നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളോട് ഈ കാര്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്ന് പറയാൻ അവർ കൂട്ടാക്കിയില്ല. അവർക്ക് എന്തു പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞത് കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ്. ഒരു പക്ഷം മാത്രമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ആ ഒരു പക്ഷം പറഞ്ഞിരിക്കുന്നത് ലൈംഗികാരോപണ കേസിലെ ഉള്ള വ്യക്തിയെയാണ് CPMൻ്റെ ലോക്കൽ കമ്മിറ്റിയിലെ സെക്രട്ടറി ആക്കി വെച്ചത്. അത് താങ്ക് യു. എന്തായാലും ദിലീപ് ദേവസ്യ ഇന്നലെ നാടകീയ സംഭവങ്ങളാണ് രാത്രിയിൽ അവിടെ ഇറങ്ങേറിയത്. പക്ഷേ ഇപ്പോഴും ആ മൈക്ക് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആ ചേട്ടൻ എന്തിനെ ശ്രമിച്ചു. എന്നിട്ട് ആ ഫോൺ വാങ്ങിച്ചിട്ട് നിറയെ പൂരാത്തറി അത് നാട്ടുകാർ മുഴുവൻ കേട്ടു എന്നതല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സാധനം കയ്യിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാമോ ചേട്ടാ എന്ന് മാത്രമേ നമുക്ക് ആ ചേട്ടനോട് പറയാൻ പറ്റൂ. പിന്നെ മാത്രമല്ല ഇത്തരം തെറിയൊക്കെ പറയുമ്പോൾ ഇത്തിരി മയത്തിലൊക്കെ ആവാം. പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ അല്ലേ, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിനോട് ഇടപെടുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു ജനാധിപത്യ മര്യാദ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ശരിയാണ്, പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നമാണ്, ആരെ സെക്രട്ടറി ആക്കണമെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാർത്തയായിട്ട് മാറും. അത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. അത് പാർട്ടി തീരുമാനിക്കട്ടെ ഇനി അതിനകത്ത് എന്താ നടപടി വരിക എന്നുള്ളതിന്. അപ്പോൾ ഇതാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇന്നലെ കണ്ട കാഴ്ചയുടെ ഏറ്റവും ഒടുവിലെത്തത്. ഇന്നിപ്പോൾ പോസ്റ്റർ യുദ്ധമായിരിക്കുന്നു. ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സമാധാനപരമായി ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ പുരോഗമിക്കട്ടെ.